TVS ഒരു ലോൺ എടുത്തു. ഫോണിന് 3-ാമത്തെ അടവാണ്. 2-ാം തീയതി എടുക്കേണ്ടിയാണ്. അതിനുശേഷം ഇന്നലെ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ വിളിച്ചു. 5 മണിക്കൊക്കെ വിളിക്കും പഠിച്ച വീട്ടുകാരെ വിളിച്ചപ്പോ പിന്നെ ഇതാക്കുന്ന പറഞ്ഞ് അതിനുശേഷം പിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. 3 ദിവസം വിളിച്ച് ഇനി ഇപ്പൊ ഇവിടെ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ അപ്പൊ വേറെ ആളെ പേര് പറഞ്ഞാണ് വിളിച്ചെത്തിയത്. ചുങ്കത്തുള്ളതെന്ന പാട്ട് വന്ന ആള് വന്ന് 3 ആൾക്കാർ വന്ന് പിടിച്ച് കുത്തി വണ്ടി കയറ്റാൻ നോക്കി. പകരിയാരോ കുറെ ഇടിച്ച് അതിനുശേഷം കത്തിയെടുത്ത് കുത്തി. കത്തി അറിയാനെടുത്ത് കുത്തി. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 1 മാസത്തെ EMI ആണ് ഇദ്ദേഹം അടയ്ക്കാനുള്ളത്. TVS ഫിനാൻസിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയതിനെ തുടർന്ന് ഇദ്ദേഹം എടുത്തിട്ടുള്ള 36,000 രൂപയുടെ ഫോണാണ് വാങ്ങിയത്. അതിന്റെ EMI തുകയായിട്ടുള്ള 2,302 രൂപ ഇതാണ് അദ്ദേഹം അടയ്ക്കാനുള്ളത്. ഇതിന്റെ പേരിൽ നിരന്തരം തന്നെ പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതിരാവിലെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഇതിനൊക്കെ പുറമെ ഇന്നലെ ഏതാണ്ട് മറ്റൊരു ഫോണിൽ നിന്ന് വിളിച്ചു വരുത്തി, ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി താമരശ്ശേരി ചുങ്കം ജംഗ്ഷനിലെ ബാലുശ്ശേരി റോഡിൽ വെച്ച് ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ച് ഈ താർ വാഹനത്തിലേക്ക് ഇയാളെ കയറ്റാൻ ശ്രമിക്കുകയും അപ്പോൾ കുതറി മാറിയപ്പോൾ ദേഹമാസകലം മർദ്ദിക്കുകയും പ്രതികളിൽ ഒരാൾ അരയിൽ നിന്ന് കത്തി പുറത്തെടുക്കുകയും ഇയാളെ കുത്തിക്കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. നാട്ടുകാരെത്തിയാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചത്. ഈ കൈക്ക് ആഴത്തിൽ മുറിവേറ്റ അബ്ദുറഹിമാനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് ഇവിടെ എത്തി ഇയാളുടെ മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് TVS ഫിനാൻസ് ജീവനക്കാരായിട്ടുള്ള മീത്തൽ, നിതിൻ, അഭിനന്ദ്, അതോടൊപ്പം തന്നെ അഖിൽ, 28ഉം 27 വയസ്സുള്ള ചെറുപ്പക്കാരാണിവർ. ഇവരാണ് ഈ ഭീഷണിയിലേക്ക്, അതായത് EMI കൃത്യമായി അടയ്ക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകൽ, കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്നുള്ള തരത്തിലേക്ക് ഇവരുടെ നീക്കങ്ങൾ പോയതുകൊണ്ടാണ് അതൊരു ഗുരുതര സ്വഭാവമുള്ള ക്രൈമായി മാറുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ താമരശ്ശേരി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായ മൊഴി ഇതിനോടകം തന്നെ അബ്ദുറഹിമാന്റെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.